ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಬಿಜೆಪಿಯ ಸೋಲಿಗೆ ಮೂಲಭೂತವಾಗಿ ಸಂಘಟನೆಗಳ ಸಂಘಟಿತ ಪ್ರಯತ್ನ ಹಾಗೂ ಎಡರಂಗದಿಂದ ಯುಡಿಎಫ್ಗೆ ಮತಗಳ ಸೋರಿಕೆ ಪ್ರಮುಖ ಕಾರಣ ಎಂದು ಮಾಜಿ ಬಿಜೆಪಿ ರಾಜ್ಯಾಧ್ಯಕ್ಷ ಹಾಗೂ ಪರಾಜಿತ ಅಭ್ಯರ್ಥಿ ಕೆ ಸುರೇಂದ್ರನ್ ಆರೋಪಿಸಿದ್ದಾರೆ. ಚುನಾವಣಾ ಫಲಿತಾಂಶದ ಬಳಿಕ ಕಾಸರಗೋಡು ಬಿಜೆಪಿ ಕಚೇರಿಯಲ್ಲಿ ನಡೆದ ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಮಾತನಾಡಿದ ಅವರು, ಜಿಲ್ಲೆಯ ಎಲ್ಲ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಕೋಮು ಧ್ರುವೀಕರಣ ಸ್ಪಷ್ಟವಾಗಿ ಕಂಡುಬಂದಿದೆ ಎಂದು ಹೇಳಿದ್ದಾರೆ. ಮಂಜೇಶ್ವರದಲ್ಲಿ ಈ ಬಾರಿ ಎಡರಂಗವು 20,000ಕ್ಕೂ ಹೆಚ್ಚು ಮತಗಳನ್ನು ಕಳೆದುಕೊಂಡಿದ್ದು, ಸಿಪಿಎಂ ತನ್ನ ಮತಗಳನ್ನು ಯುಡಿಎಫ್ಗೆ ವರ್ಗಾಯಿಸಿದೆ ಎಂಬುದು ಇದರಿಂದ ಸ್ಪಷ್ಟವಾಗುತ್ತದೆ ಎಂದು ಅವರು ದೂರಿದ್ದಾರೆ. ಮುಸ್ಲಿಂ ಲೀಗ್ ಮತ್ತು ಮೂಲಭೂತವಾದಿ ಸಂಘಟನೆಗಳು ಆರಂಭದಿಂದಲೇ ಒಗ್ಗಟ್ಟಾಗಿ ಕಾರ್ಯನಿರ್ವಹಿಸಿ ಸಮುದಾಯಗಳ ಏಕೀಕರಣಕ್ಕೆ ಮುಂದಾಗಿದ್ದವು. ಬಿಜೆಪಿಯನ್ನ ಸೋಲಿಸುವುದೇ ಈ ಒಕ್ಕೂಟದ ಪ್ರಮುಖ ಉದ್ದೇಶವಾಗಿತ್ತು ಎಂದು ಸುರೇಂದ್ರನ್ ಹೇಳಿದ್ದಾರೆ. ಈ ಪ್ರಕ್ರಿಯೆಗೆ ಎಲ್ಡಿಎಫ್ ಸಹ ಮೌನ ಬೆಂಬಲ ನೀಡಿದೆ ಎಂಬ ಆರೋಪವು ಕೇಳಿಬಂದಿದೆ. ಇದಾದರೂ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಬಿಜೆಪಿಯ ಮತಗಳಲ್ಲಿ ಹಿಂದಿನಿಗಿಂತ ಹೆಚ್ಚಳ ಕಂಡುಬಂದಿದೆ. ಕೇರಳದಲ್ಲಿ ಯುಡಿಎಫ್ ಅಲೆಯ ನಡುವೆಯೂ ಬಿಜೆಪಿಯಿಂದ 3 ಶಾಸಕರು ಆಯ್ಕೆಯಾಗಿರುವುದು ರಾಜ್ಯದಲ್ಲಿ ಮೂರನೇ ರಾಜಕೀಯ ശക്തിಯ ഉദയಕ್ಕೆ ಸಂಕೇತವಾಗಿದೆ ಎಂದು ಅವರು അഭിപ്രായപ്പെട്ടു. ഒന്ന് എൽഡിഎഫിന്റെ വോട്ട് ഏതാണ്ട് പകുതിയിലേറെ അവരുടെ വോട്ടുകൾ മറിച്ച് യുഡിഎഫിന് അവർ ചെയ്യേണ്ടായി. ഏതാണ്ട് 20,000-ലധികം വോട്ടുകളാണ് മഞ്ചേശ്വരത്ത് മാത്രം എൽഡിഎഫിന്റെ വോട്ടുകൾ യുഡിഎഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, വലിയ തോതിലുള്ള സാമുദായിക ഏകീകരണം ഈ ജില്ലയിൽ പ്രത്യേകിച്ചും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പച്ചയായിട്ടുള്ള വർഗീയത ഉപയോഗിച്ചുകൊണ്ട് സാമുദായിക ഏകീകരണത്തിന് ലീഗും മറ്റ് മതമൗലികവാദ സംഘടനകളും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ളൊരു ഏകീകരണം ഉണ്ടായത്. ഇവിടെ ഈ 2 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള തീവ്ര ചിന്താഗതിയുള്ള എല്ലാ മതസംഘടനകളും തുടക്കം മുതലേ ബിജെപിയെ പരാജയപ്പെടുത്താൻ വേണ്ടി, എൻഡിഎ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള യോജിച്ച ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ താൽക്കാലികമായി അവർ വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ കാസർഗോഡ് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് മഞ്ചേശ്വരത്തായാലും കാസർഗോഡായാലും കാഞ്ഞങ്ങോട് ആയാലും ഉദുമയിലായാലും ബിജെപിയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ നല്ല മുന്നേറ്റമാണ്. ഒരു ശരിയായ 3ാം ബദൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 3 സീറ്റുകളിൽ എൻഡിഎ